ഹലോ നമസ്കാരം കേട്ടോ. സുഹദ ഷമീറാണ് കരിമ്പ. അപ്പോൾ മക്കളെ നട്ടുച്ചക്ക് ചോറ് കഴിച്ചങ്ങാട് കുത്തിരിക്കുമ്പോൾ പളൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാന്തല അതിൽ ഞാൻ ഉണ്ണിനോട് പറഞ്ഞു നമുക്കൊന്ന് പാലക്കായമല കയറുകയാണ്. അതിങ്ങനെ കയറി കൊണ്ടൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് ഒരു ഐസേര ഏതേനെ വന്ന്. നമ്മളറിയണ കാക്കന്നെ കേട്ടോ. ആ കാക്കാനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഐസ് വേണമെന്ന്. എൻ്റെ നട്ടും ഭാവമൊക്കെ നടത്തൊക്കെ കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ച പെട്ടി മൊത്തത്തിൽ ഞാനാണ് വാങ്ങുന്നത്. എടുത്തു പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 2 പാലൈസ് തന്നാളിയെന്ന്. അപ്പോൾ പാലൈസ് മതി ഉണ്ണിക്ക് ചോദിച്ചപ്പോൾ ഉണ്ണിയും പറഞ്ഞു എനിക്ക് പാലൈസ് ചെയ്താത്ത. അതിൽ ഞങ്ങളങ്ങനെ 2 പാലൈസൊക്കെ വാങ്ങി. ആ പാലൈസും തിന്നുകൊണ്ട് ഇങ്ങനെ ഒത്തിരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ആ റോട്ടുമക്കത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കുറേ രസമൊന്നുമില്ലല്ലോ വെയിലും കൊണ്ട് ഇങ്ങനെ കുത്തിരിക്കാൻ. അതിൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പോവാം. കുറച്ചങ്ങോട്ട് പോയപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു സൈഡെത്തി. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ സൈഡിൽ കുറച്ച് കമ്പിയൊക്കെ വലിച്ചട്ടിക്കൂടെ. എന്നെപ്പോലത്തെ കുരുത്തങ്കട്ട കുട്ടികളാരെങ്കിലും വന്നിട്ട് അവിടെ തുറണ്ടാറിട്ടായിരിക്കും, അങ്ങോട്ട് ഡാമുക്ക് ചാടണ്ടാറിട്ടായിരിക്കും. വേറെല്ലാവർക്കും പണി കൊടുക്കണ്ടല്ലോ. ലാസ്റ്റ് അവിടെ കമ്പിയൊക്കെ ഉണ്ടല്ലോ, ആ കമ്പിയുമ്പോൾ പോയി ഒന്ന് തൊട്ടത്. അപ്പോഴും എന്നോട് ഉണ്ണി പറഞ്ഞപ്പോൾ തൊടണ്ടാത്തത്. ഞാൻ വലിയ ആളായിട്ട് പോയി തൊട്ടു. എൻ്റെ കൈ വല്ല മുട്ട പൊള്ളിച്ച മരിയായി. എന്ത് പറയാനാ. പിന്നെ അപ്പുറത്ത് ചെറി വിളിച്ച് നോക്കുമ്പോൾ എല്ലാക്കിൻ്റെ ഒരു പാറക്കല്ല് ഇന്നും നോക്കി ചിരിച്ച് വെക്കണോ. എന്ത് ചെയ്യാനാ. അവിടുന്ന് ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ബുള്ളറ്റ് ചേട്ടൻ പോണു. അപ്പുറത്തേക്ക് നോക്കിയപ്പോഴോ നമ്മളെ കാഞ്ഞിരപ്പുഴ ഗാർഡനും. എന്തൊരു രസമല്ലേ. എന്നാൽ പിന്നെ പൈസ കൊടുക്കാതെ എന്തെങ്കിലും കിട്ടുമോ നോക്കി ഇങ്ങനെ പോയപ്പോൾ അതാ ഒരു ചേട്ടൻ അതാ കാലിൽ മാന്തിയിട്ട് പോകണം. അതിലതും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോകുമ്പോഴാണ് അവിടുത്തെ ഒരു ഏട്ടനോട് ചോദിച്ചപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു 4 കിലോമീറ്റർ താണ്ടിയ മക്കളെ നിങ്ങൾ ചോദിച്ചാൽ വ്യൂ പോയിൻ്റ് അവിടെ ഉണ്ട്, റൈറ്റിക്കാണ് തിരിക്കുക. നേരെ പോകുമ്പോൾ ഒരു ബസ്സും കണ്ടുവിട്ടെ ഞങ്ങൾ. ആ ബസ്സിനെയും താണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ചങ്ങോട്ട് പോയി. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. തലച്ചോറ് നായിന്ന് പോയി എന്തോ അറിയാം. അറിയണ നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ നാടാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിലങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ നല്ല രസമുണ്ട് മക്കളെ. നിങ്ങളോട് പറയാം, അവിടെയൊക്കെ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ ഇമ്മാഴത്തെ രസമുള്ളൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോണാറണമെന്നല്ല സത്യ പറഞ്ഞത്. അതിലങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പഠിച്ച റബ്ബേ ഇവിടെ ഒരു മനുഷ്യൻ പോയിട്ട് ഈച്ചയും കൂടി ഇല്ലല്ലോ. ഞാൻ ഉണ്ണിനോട് പറഞ്ഞു വല്ല ആനയെ പുലിയൊക്കെ വന്നു. അപ്പോൾ ഉണ്ണിമോളും അറിയാം നിങ്ങൾ തിന്നിട്ട് എന്നെ അടുത്തേക്ക് വരുള്ളൂ, കാരണം നിങ്ങളെ കിട്ടിയാൽ തന്നെ ഒരാഴ്ചയൊക്കെ ഉണ്ടല്ലോ. കുട്ടി പറഞ്ഞത് ശരിയാ, എന്ത് ചെയ്യാനാണ്. ലാസ്റ്റ് അവിടെ ഇങ്ങനെ ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം പഠിച്ച റബ്ബേ ഞാനേറ്റവും അവിടെ വീണു പോവോ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത്. ഒരു മനുഷ്യനില്ല അവിടെ, അത് വേറെ കാര്യം. ഓളാണെങ്കിലോ വന്നം പക്കം എന്തെങ്കിലും വീഡിയോ എടുക്കുന്നു. അങ്ങനെ നട്ടുച്ചക്ക് നട്ടപ്പിരാന്തായി പറഞ്ഞവർ തിരിച്ചു പോന്നു കിട്ടും. ഞാൻ ബേജാറുകൊണ്ട് പോകുന്നതാ. ഓൾക്ക് അതറിയില്ലല്ലോ. ഞാൻ ചിരിച്ചും കൊണ്ട് തന്നെ ഇരുന്നു. എൻ്റെ ബേജാറിച്ചല്ലേ അറിയുള്ളൂ. അതിൽ അവിടുന്ന് ഇങ്ങനെ പോകുന്നു. അതോ കാണാനോ ഇങ്ങനെ ഒരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പെരുംജാതി രസമുണ്ട് മക്കളെ. അതിൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു. നല്ല രസമാട്ടോ. കുട്ടികളെയും കൊണ്ടൊക്കെ പോയി ഒരു നേരമൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് ഒരു നേരം പോയി കണ്ടിരുന്നതുകൊണ്ട് പോരാ, ഏതുള്ളവനും ഇല്ലാത്തവനും പോയി കണ്ടിട്ട് പോരാട്ടോ. അതിൽ അവിടെ ഇങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ഒക്കെ 4 വരം കണ്ണു കൊണ്ടിട്ട് കേട്ടോ. എന്താ ചെയ്യണു. അതിൽ അവിടെ നിന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരുന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയതും വേറൊരു ചേച്ചിനോട് ഞങ്ങൾ ചോദിച്ച്, ചേച്ചി എവിടെ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ചോദിച്ച്. ചേച്ചി പറഞ്ഞാൽ ആ ഇടവ കൂടി ഒന്നാണ് ഇറങ്ങിക്കാളി, വണ്ടി പോയിച്ചപ്പോൾ വണ്ടി പോയില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കിയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. എൻ്റെ അപ്പുറത്ത് പോയിനേക്കായി രസപ്പെടെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. ഞാനും വിചാരിച്ചു ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളൊറ്റക്കല്ല, അതോ നട്ടുച്ചക്ക് 12 മണിക്കാണ് പോയിക്കണം. ഇമ്മാരത്തെ പിരാന്ത് ആർക്കെങ്കിലും ഉണ്ടാവുമോ. ആ കുട്ടീനെ കട്ടമ്മക്കായിട്ട് ഞാൻ കൊടുന്നത് വേറെ രസം. ആ കുട്ടീൻ്റെ പിന്നാലെ പോരും ചെയ്തു, അതാണ് വേറെ. അതിൽ ഉണ്ണിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും വന്ന് നമുക്ക് ഈ നടപ്പാതയിൽ കൂടെ ഇങ്ങനെ നടന്നു നോക്കാം, ആരെങ്കിലുമൊക്കെ വരും ഉണ്ണിമോളെ പറഞ്ഞ്. കുറേ അങ്ങോട്ട് നടന്നു പോയി എനിക്ക് ഉണ്ണിയും ഉണ്ണിക്ക് ഞാനും. ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് കുറേ എണ്ണങ്ങ് നീച്ചായിരുന്നു. പഠിച്ചോനെ പെട്ടല്ലോ. ആരാ ലവ് ബേർഡ്സുകളെ വ്യൂ പോയിൻ്റാണ്. എന്തിനാ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് വെറുതെ പൈസ അറിയണത്. വരികയാണെങ്കിൽ ഇവിടെ വരിക ചില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവരും വരിക. അടിപൊളി സ്ഥലമാണ് മക്കളെ. അപ്പോൾ എന്നാൽ ശരി, താത്ത പോയിട്ട് പിന്നെ വരാട്ടോളി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലാമണി ഒന്ന് അടിച്ചാണ് പൊട്ടിച്ചാളി. പറ്റുകയാണെങ്കിൽ ഒന്നാണ് പോയിക്കോട്ടെ എന്ന്, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് പോട്ടെ. നിങ്ങളൊക്കെ കരുതിയിട്ടല്ലേ താത്ത തന്നെ ഇറങ്ങിക്കണ മക്കളെ. അപ്പോൾ എന്നാൽ ശരി, ടാറ്റാ ബൈ ബൈ.